അരയിൽ കോൺക്രീറ്റ് കട്ട കെട്ടിത്തൂക്കി ഹൂറികൾക്ക് കൊടുക്കാനുള്ള ലിംഗത്തെ സംരക്ഷിച്ചുകൊണ്ട് ദൈവദാഹം തീർക്കാൻ കാഫിർ ചോര തേടിപ്പോകുന്ന ഒരു ജിഹാദി ജീവനക്കാരൻ നിങ്ങളിൽ സഹതാപം ഉണർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യവിരുദ്ധനാണെന്ന് ഈ പോകൻ പറയൂ. നല്ലോണം ആഴത്തിൽ അങ്ങോട്ടേക്ക് ആലോചിച്ചപ്പോൾ കൊടും മതസ്ഥരായിട്ടുള്ള ഈ ഘോര തീവ്രവാദികളോട് പോങ്ങനിൽ കണ്ടമാനം സഹതാപം സംഭവിച്ചു കേട്ടോ. നിങ്ങൾ ഒട്ടും തന്നെ ചിരിക്കാതെ കേൾക്കാമെങ്കിൽ പോങ്ങൻ ചെറുത് പറയാം. നമ്മൾ ഈ മനുഷ്യർ ജനിക്കുന്നത് ജീവിച്ചു മരിക്കാനാണ്, പക്ഷേ മതസ്ഥർ ജനിക്കുന്നത് കൊന്നു മരിക്കാൻ. അതുകൊണ്ട് തന്നെ മതസ്ഥർ എപ്പോഴും മനുഷ്യർക്ക് ഭീഷണിയാവും. അതിൽ അതിശയം എന്താണുള്ളത്? അല്ലെങ്കിൽ അതിശയിക്കാൻ അതിലെന്താ ഉള്ളത്? ദില്ലിയിലെ ആ പൊട്ടിത്തെറി കൊന്നുമരിക്കാൻ ഉന്നമിട്ട് മതസ്ഥർ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. കൊന്നുമരിക്കാൻ അതൊരു കയ്യബദ്ധമാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. പോകൻ ഉറപ്പില്ല, അങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് വലിയൊരു സ്ഫോടനത്തിനുള്ള നീക്കത്തിനിടെ സംഭവിച്ച ചെറിയൊരു കൈപ്പിഴ. അതുകൊണ്ട് ഉദ്ദേശിച്ച പോലെ ചാകാനോ ഉന്നമിട്ട അളവിൽ ആളുകളെ അങ്ങോട്ടേക്ക് കൊല്ലാനോ അവർക്ക് പറ്റിയിട്ടില്ല. അതിലൊരു നൈരാശ്യം അവർക്കുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇനിയും പലതും പ്രതീക്ഷിക്കാം. എന്തായാലും മതസ്ഥർ ഉള്ള കാലം മനുഷ്യരുടെ ജീവൻ ഏത് നിമിഷവും തീരാം. സ്വയം കരുതലെടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഇടിമിന്നൽ വന്ന് മണ്ടയിലടിക്കുന്നത് നമ്മുടെ സമ്മതം ചോദിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. പോകൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഹാമാരി, മാറാരോഗം, അതുപോലെ ഹൃദയാഘാതം, അർബുദം മുതലായിട്ടുള്ള മുന്തിയ അസുഖങ്ങൾ, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, കടലാക്രമണം, പേപ്പട്ടിക്കടി, പേമാരി, പ്രളയം, ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ, പലയിനം അപകടങ്ങൾ എന്നിവയൊക്കെയുള്ള ഒരു ഭൂമിയിലാണല്ലോ നമ്മൾ മനുഷ്യർ അല്പകാലം ജീവിച്ചങ്ങോട്ടേക്ക് മടങ്ങുന്നത്. മാറാരോഗം മുതൽ പ്രകൃതിക്ഷോഭം വരെയുള്ള ആപത്തുകൾ പ്രകൃതിയാലുള്ളതാണെങ്കിൽ തീവ്രവാദി ആക്രമണം എന്നത് മതസ്ഥ നിർമ്മിതമായിട്ടുള്ള ഒരു ആപത്താണ്. മതസ്ഥ നിർമ്മിതം. ഈ രോഗങ്ങൾക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും ഒരു ഗുണമുണ്ട് കേട്ടോ. കരുതലെടുത്താൽ കുറെയൊക്കെ നമുക്ക് രോഗിയാവാതെ നോക്കാം. ഇനിയിപ്പോ രോഗം പിടിപെട്ടാൽ തന്നെ തക്ക സമയത്ത് ചികിത്സിച്ചാൽ ജീവാപായം സംഭവിക്കാതെ കാക്കാൻ ആരോഗ്യശാസ്ത്രത്തിൽ ഒരുവിധമൊക്കെ പറ്റിയെന്നും വരും. ഒരുവിധമല്ല, ഒരു നല്ല പരിധി വരെ അത് സാധിക്കും. പലപ്പോഴും തെറ്റിപ്പോകുമെങ്കിലും ഈ പ്രകൃതിക്ഷോഭങ്ങളെ പറ്റിയുള്ള മുന്നറിയിപ്പ് തരാൻ കാലാവസ്ഥാ പ്രവാചകന്മാരും നമുക്കുണ്ട്. അവരുടെ മുന്നറിയിപ്പുകളെ തെറ്റില്ലെന്ന മട്ടിൽ, തെറ്റിപ്പോവില്ല എന്ന് പറയുന്ന മട്ടിൽ അങ്ങോട്ടേക്ക് സ്വീകരിച്ചാൽ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും അവിടെയുണ്ട്. അതായത് ഇപ്പൊ കടൽക്ഷോഭം ഉണ്ടാവും, കൊടുങ്കാറ്റുണ്ടാവും, പേമാരി ഉണ്ടാവും, നിങ്ങൾ ആരും കടലിൽ പോകരുതേ എന്ന് പറഞ്ഞാൽ ഇവന്മാര് പറയുന്നതൊന്നും ഫലിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിയുമായി കടലിൽ ഇറങ്ങാതിരിക്കുക. പറഞ്ഞതല്ലേ, സംഭവിച്ചാലും ഇല്ലെങ്കിലും പോകണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് അവിടെ മീൻ മാത്രമല്ലേ നഷ്ടപ്പെടുള്ളൂ, ജീവനഷ്ടം സംഭവിക്കില്ലല്ലോ. അതിനുള്ള സാധ്യത അവിടെ ിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷെ തീവ്രവാദി ആക്രമണം അങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന പ്രവാചകന്മാർ നിലവിൽ നമുക്കില്ല. ഒരുപക്ഷെ ഭൗമഗോളത്തിലാകെ മുരുകയുഗമൊക്കെയാണല്ലോ വരാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് മുരുകയുഗം. നമ്മുടെ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ അടുത്ത യുദ്ധം എന്നാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, അദ്ദേഹം 2026 മാർച്ച് 14 എത്ര കണ്ടി അപ്പിയിടുമെന്നൊക്കെ വളരെ കൃത്യമായി പ്രവചിക്കാൻ നമുക്ക് ഒന്നിലേറെ ഹൈന്ദവ പ്രവാചകന്മാർ ഇന്നുണ്ട്. അവരുടെ പ്രവചന പരിധിയിൽ വൈകാതെ തീവ്രവാദ പ്രവചനവും കടന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന സ്ഥലത്ത്, ഇന്ന ദിവസം, ഇന്ന സമയത്ത് ഇത്ര കിലോ സ്ഫോടക മരുന്നുമായി ഇത്രയെണ്ണം മതസ്ഥർ സ്ഫോടന നേർച്ച കഴിപ്പിച്ച് ഹൂറിപാദം പോകാൻ തീരുമാനിച്ചു എന്ന് പ്രവചിച്ചാൽ കുറെയെങ്കിലും കാഫിറുകൾക്ക് തടിക്കു തീ പിടിക്കാതെ എവിടെങ്കിലുമൊക്കെ പോയി ഒളിക്കാൻ പറ്റും അല്ലേ? ഒരു കണക്കിന് നോക്കിയാൽ ഈ മതസ്ഥരുടെ കാര്യം വളരെ കഷ്ടവുമാണ് കേട്ടോ. ആ കണക്കിന് നോക്കിയപ്പോഴാണ് അവറ്റകളോട് പോങ്ങന് സഹതാപം തോന്നിയത്. എന്തായാലും ഇന്നാരെ തന്നെ പിടിച്ചു കൊല്ലണമെന്ന വാശിയൊന്നും മതസ്ഥർക്കില്ല. സകല യോഗ്യതയും തികഞ്ഞ ഒരു കാഫിറായാൽ ആർക്കും അവരാൽ കൊല്ലപ്പെടാവുന്നതേ ഉള്ളൂ. ആർക്കും പറ്റും. കാരണം ഇതൊന്നും വ്യക്തിവിരോധത്തിന്റെ പേരിലുള്ള പൊട്ടിത്തെറിയല്ലല്ലോ അല്ലെ? കാഫിർ ചോരയിൽ നീരാടുക എന്നതാണ് അവരുടെ ഏകദൈവത്തിന്റെ ഏക വിനോദം. ഈ കമ്മ്യൂണിസ്റ്റുകൾ, നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ എന്തുകൊണ്ടാണ് തീവ്രവാദ പ്രീണനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വോട്ടിന് വേണ്ടി മാത്രമാണോ? അല്ല, ചോരാസക്തിയിൽ അവരൊക്കെ ഒന്നാണ്. ചോരച്ചാലുകളിൽ നീന്തി കളിക്കുക എന്നതാണല്ലോ കമ്മി വിനോദം. അതെന്തായാലും ആവശ്യത്തിന് കാഫിർ ചോര കൊടുക്കുന്ന മതസ്ഥർക്ക് സുഷിര വിനോദം പകരാനായി മതസ്ഥരെ കാത്ത് സ്വർഗത്തിൽ നല്ല നിറഞ്ഞ അരയും മലമുലകളുമായി ഹൂറിമക്കൾ ഇരിപ്പുണ്ട്. ഒന്നാന്തരം ഹൂറിമക്കൾ. നിശേഷം കൊന്ന് സമൂലം ചത്തങ്ങ് ചെന്നാൽ മതി, ബാക്കിയെല്ലാം ആ ഹൂറിമക്കൾ നോക്കിക്കോളും. ജീവൻ വേണ്ടെന്ന് മാത്രമല്ല, സത്യം പറഞ്ഞാൽ ശരീരം പോലും ആവശ്യമില്ല. ലിംഗമില്ലാതെ ചെല്ലുന്നവർക്ക് പകരം നൽകാൻ ലിംഗമില്ല എന്നത് മാത്രമാണ് നിലവിൽ അവരുടെ സ്വർഗം നേരിടുന്ന ഏക പരിമിതി. ക്ഷമിക്കണം, ഡോക്ടർമാരൊക്കെ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതോടുകൂടി ആ കുറവ് വൈകാതെ പരിഹരിക്കപ്പെട്ടേക്കാം എന്ന് പറയുന്ന ഒരു ശുഭ പ്രതീക്ഷ പോകാൻ പങ്കുവെക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് അലിംഗരായി സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ജിഹാദി ജീവനക്കാർക്ക് നൽകാനുള്ള കൃത്രിമ ലിംഗം നിർമ്മിക്കുന്ന ഫാക്ടറി വൈകാതെ സ്വർഗത്തിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ വന്നാൽ ലിംഗഭയം കൂടാതെ മതസ്ഥർക്ക് യഥേഷ്ടം കാഫിർ വേട്ട നടത്താം. ഇഷ്ടം പോലെ കാഫിർ വേട്ട, ലിംഗപ്പേടി വേണ്ട. നിലവിൽ അണുബോംബിന് പോലും തകർക്കാൻ പറ്റാത്തത്ര കരുത്തുറ്റ ലിംഗ ഹെൽമറ്റ് ധരിച്ചാണ് മതസ്ഥർ കാഫിർ വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. ഓർക്കണം, ബദ്ധപ്പാട്.
വിചാരിക്കുന്നതിലും ഭാരം അതിനുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, രാവിലത്തെ പ്രാർത്ഥനയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ആവശ്യത്തിന് സ്ഫോടക വസ്തുക്കളും ഒക്കെ എടുത്ത് കൊന്നു ചാവാനായി ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ജിഹാദി ജീവനക്കാരൻ തന്റെ ലിംഗ സംരക്ഷണത്തിനായി ചിലവഴിക്കുന്ന സമയം ഒട്ടും ചില്ലറയല്ല. ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട, സാമ്പത്തികമായി കുറച്ച് പിന്നാക്കം നിൽക്കുന്ന പാവപ്പെട്ട ജിഹാദികളുണ്ടല്ലോ, അവരൊക്കെ കോൺക്രീറ്റ് ഇഷ്ടിക പോലും അരയിൽ കെട്ടി വരിഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് ലിംഗമറ തീർത്തുകൊണ്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. അത്ര ഗതികെട്ടവരാണ് അവർ. അങ്ങനെയുള്ളവരുമുണ്ട്. ലിംഗ സംരക്ഷണത്തിനായി ചിലവഴിക്കുന്ന സമയം കൂടി സ്ഫോടക മരുന്ന് ശേഖരണത്തിനായി നീക്കിവെച്ചാൽ ഏതാനും ലിറ്റർ കാഫിർ ചോര കൂടി ഏകദൈവത്തിന് സമർപ്പിക്കാൻ അവർക്ക് സാധിക്കില്ലേ? വെറുതെ സമയം കളയുകയാണ് അവര്. ഏകദൈവത്തിന് കാഫിർ ചോര ചീന്തിക്കൊടുത്ത് ഒരു തുളയ്ക്കുള്ള വിനോദം തരപ്പെടുത്താനാണ് അവറ്റകൾ ഇക്കണ്ട കൊലകളൊക്കെ നടത്തുന്നത്. ഒരു തുളരസത്തിനു വേണ്ടി, ഒരു തുള വിനോദത്തിനു വേണ്ടി. അരയിൽ കോൺക്രീറ്റ് കട്ട കെട്ടി തൂക്കി ഹൂറികൾക്ക് കൊടുക്കാനുള്ള ലിംഗത്തെ സംരക്ഷിച്ചുകൊണ്ട് ദൈവദാഹം തീർക്കാൻ കാഫിർ ചോര തേടിപ്പോകുന്ന ഒരു ജിഹാദി ജീവനക്കാരൻ നിങ്ങളിൽ സഹതാപം ഉണർത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യവിരുദ്ധനാണെന്നേ ഈ പോകൻ പറയൂ. ഒന്നോർത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പേപ്പട്ടികളെക്കാൾ മനുഷ്യപ്പറ്റുള്ളവരല്ലേ തീവ്രവാദികളായിട്ടുള്ള മതസ്ഥർ? ശരിയല്ലേ? ഒരു പട്ടിക്ക് പേയുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരവസരവും ഒരു പട്ടിയും നമുക്ക് തരുന്നില്ല, ഒരു പേപ്പട്ടിയും നമുക്ക് തരുന്നില്ല, അല്ലേ? പാഞ്ഞു വന്നത് നമ്മളെ കടിച്ചു പറിക്കും. എന്നാൽ പേ പിടിച്ച ജിഹാദി ജീവനക്കാർ അവരുടെ വിശേഷപ്പെട്ട കുപ്പായമിട്ട് വളരെ വ്യക്തമായി തങ്ങളുടെ മതപ്പേ കാഫിറുകൾക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്, ഇല്ലേ? തക്കം കിട്ടുന്ന സമയത്ത് നിന്നെയൊക്കെ തട്ടി ഞങ്ങളുടെ ഏകദൈവത്തിനുള്ള ചോരയാക്കുമിട കാഫിറുകളെ എന്നല്ലേ അവർ വ്യക്തമാക്കുന്നത് ആ വസ്ത്രത്തിലൂടെ. അതാ പറഞ്ഞത്, പേ പിടിച്ച പട്ടികളെ പോലല്ല പേ പിടിച്ച മതസ്ഥർ എന്നും. അതാണ് പോകൻ പറഞ്ഞത്. കരുതലെടുക്കാനുള്ള അവസരമെങ്കിലും മതപ്പേ ബാധിച്ചിട്ടുള്ള ജിഹാദി ജീവനക്കാർ കാഫിറുകൾക്ക് അനുവദിച്ച് നൽകുന്നുണ്ട്. ഒന്നാലോചിച്ചാൽ ഈ ജിഹാദി കുപ്പായം കൂടി ഇല്ലാതാണ് ഇവറ്റകൾ മതപ്പേയുമായി മനുഷ്യർക്കിടയിൽ കഴിയുന്നതെങ്കിലോ? ഒന്നാലോചിച്ച് നോക്കി. അങ്ങനെ ഓർത്താൽ ഭയം തോന്നുമല്ലേ? അതെ, ഓർത്തപ്പോഴാണ് ഭയക്കാൻ നേരമായല്ലോ എന്ന് ഈ പോങ്ങനും മനസ്സിലായത്. ഭയക്കാൻ നേരമായി. അതുകൊണ്ട് അല്പനേരം സ്വസ്ഥമായി പോകണമെന്ന് ഭയന്നിട്ട് നാവുമായി നാളെ വരാം. കുറച്ചുകൂടിയൊക്കെ ഈ വിഷയത്തിൽ ഇനിയും പറയാനുണ്ട്. പക്ഷെ വന്ന ഭയം നശിപ്പിക്കുന്നില്ല പോങ്ങൻ. മനസമാധാനത്തോടെ ഒന്ന് ഭയന്നിട്ട് പോങ്ങൻ നാളെ വരും. ഏതാണ്ട് 5 കൊല്ലം മുൻപ് സംഭവിച്ച ഒരു വീഡിയോയിൽ ഈ പോങ്ങൻ മെഡിക്കൽ ജിഹാദ് എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു കേട്ടോ. മെഡിക്കൽ ജിഹാദ്. ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും പോകൻ തട്ടിയിരുന്നു. എന്നെ ധാരാളം ആളുകൾ വർഗീയവാദി എന്ന് വിളിച്ചു. ഞാനതൊന്നും മൈൻഡാക്കാൻ പോയില്ല. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും എനിക്കറിയാം ഞാനൊരു പ്രവാചകനാണെന്ന്. മനാപ്പൻ മുതലാളി കള്ളനാണെന്ന് പ്രവചിച്ചവനാണ് ഈ പോങ്ങൻ കേട്ടോ. മനാപ്പൻ മുതലാളി കള്ളനാണെന്ന് പ്രവചിച്ച ഏക പ്രവാചകൻ ഈ പോങ്ങനാണ്. ഈ കള്ള കമ്മി കൊണേശന്മാരെ ദേവസ്വം ഭരണം ഏൽപ്പിച്ചാൽ ഈശ്വരൻ പാപ്പരാവുമെന്ന് പ്രവചിച്ചവനാണ് ഈ പോങ്ങൻ. അങ്ങനെ എന്തൊക്കെ പ്രവചനങ്ങൾ ഈ പോങ്ങ പ്രവാചകൻ നടത്തിയിരിക്കുന്നു. എനിക്ക് അനുയായികളും ആരാധകരും ശിഷ്യസമ്പത്തും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ വിലയില്ല. എന്നാ കേട്ടോ, വരാനിരിക്കുന്നത് പോങ്ങയുഗമാണ്. പോങ്ങയുഗം അതുവഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അപോങ്ങരായിട്ടുള്ള ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കുള്ളതല്ല. ഒരൊറ്റ പ്രബുദ്ധനും ഈ പറമ്പിൽ തമ്പടിച്ചു പോകരുത്. പിരിഞ്ഞു പോകാനുള്ള നിങ്ങളുടെ സന്മനസ്സിനെ മാനിക്കാൻ പോകാൻ തയ്യാറാണ്. നന്ദി പറയാനും ഒരുക്കമാണ്. നമുക്കെല്ലാം ക്ഷമിക്കണം, നിങ്ങൾക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. എന്റെ പങ്ക് നന്മ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വൈകാതെ ലഭിക്കട്ടെ. വളരെ സന്തോഷം, സ്നേഹം.